ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ചക്കയുടെ വീഡിയോ എല്ലാവരും കണ്ട് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അതെ. അപ്പോൾ ഇന്ന് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മവാല സിറ്റി സെന്റർ ആണ് കേട്ടോ കാണുന്നത്. മവാല സിറ്റി സെന്ററിന്റെ അവിടെ നമ്മൾ വാദിക്കപേരിലോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോ ഇതാണ് മവാല സിറ്റി സെന്റർ. വലിയ മാളാണേ. നമ്മൾ കയറിയായിരുന്നു മോനെ ഒരു ദിവസം. ഇവിടെ തന്നെ ബസ്സിൽ വന്നൊരു വീഡിയോ ഉണ്ട്. ഞങ്ങൾ ഈ സിറ്റി സെന്ററിന് അകത്ത് കയറാനൊക്കെ അപ്പൊ നമ്മളത് കൊടുത്തേക്കാമേ ഡിസ്ക്രിപ്ഷനില്. അവര് മേലോട്ട് നോക്കിയാ എന്തോ കൊടുക്കുന്നത് നീ അതെയോ? അപ്പൊ എല്ലാരും എല്ലാം ഫോണൊക്കെ അമ്മയും ചേച്ചിയും കണ്ടു. ഇത് കൊടുത്താലേ എനിക്ക് വേറെ കിട്ടുമോ? അങ്ങോട്ട് തിരിച്ചു തരുമോ? പൈസയും കൂടെ കൊടുക്കണം. എനിക്കൊരു ഐഫോൺ 15 വേണം. അത് മതിയോ മോളെ? അത് മതി. 15 എന്നാ അത് മതിയല്ലേ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ഐഫോൺ 15 മേടിക്കണം. പുതിയത് വരുന്നത് മേടിക്കാടി. ലേറ്റസ്റ്റ് വേർഷൻ മതി. അടുത്ത വരട്ടടി, അത് വരുന്നത് മേടിക്കാം. ഇതെന്താ ഈ കെട്ടിടം? അറിയാൻ വയ്യ, എനിക്ക് മനസ്സിലായില്ല എന്തുവാ. അത് അപ്പത്തെ സൈഡ്. ഇതിലെ ബിൽഡിങ്ങിലൊക്കെ നല്ല കളറുകൾ, നല്ല രസമുണ്ട്. ഈ ബിൽഡിങ്ങിലും ഏതാ? ഖത്തറിന്റെയോ? സിംബൽ നല്ല ലൈറ്റുകൾ കേട്ടോ. അമ്പാടിച്ചിന് ഉറക്കം വരുന്നു. അമ്പാടിച്ച എനിക്ക് ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഐഫോണും ആപ്പിളിന്റെ മാക്ബുക്ക് അങ്ങനെയാണെന്ന് പറയുന്നത്. എടേ വേറൊരു കാര്യമുണ്ട്. ആദ്യം മോളുടെ സ്കൂളിൽ പോക്ക് അങ്ങ് നിർത്തിയാ മതി. ഇതൊരെണ്ണം മേടിച്ചു കൊടുത്ത് ഇല്ലേ? വലുതായിട്ട് വേണം എനിക്ക് ഐഫോണും അത് മാക്ബുക്ക് എല്ലാം മേടിക്കണം. അമ്മച്ചി അത് കണ്ടോ? ഗ്രാൻഡ് മോസ്കിന്റെ പുറയിൽ അമറാത്ത് മല, അതിന്റെ ലൈറ്റ് വേണം. നല്ല രസം. അമറാത്ത് മല ഒരു ദിവസം രാത്രി പോയിട്ട് തിരിച്ചു വരുന്നതേ. ഏട്ടനിപ്പോ അവിടെ പോണ്ടേ അമറാത്തില്? പോകുമ്പോ ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. ഗ്രാൻഡ് മോസ്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ദിവസം നമുക്ക് ഇതിനകത്ത് വരണം. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും കയറി കാണാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം അപ്പൊ ഈ മോസ്കിനകത്ത് കയറുന്ന വീഡിയോ ഒരു ദിവസം നമ്മൾ ഇടുന്നതായിരിക്കും. നല്ല ഭംഗി ഇത് കാണാൻ. അകത്ത് ഒരിക്കൽ നമ്മൾ കേറിയിട്ടുള്ളതാ. ദൂരെയായിട്ടൊരു നല്ല വേറൊരു മോസ്ക് കാണുന്നുണ്ട്. പേര് എനിക്കറിയാൻ പറഞ്ഞുപോയി. സൗദ് ഭവാൻ സ്പോൺസർ ചെയ്തേക്കുന്നത്.
ഗ്രാൻഡ് മാൾ, മസ്കറ്റ് ഗ്രാൻഡ് മാൾ ആണ് കാണുന്നത്. ഇതാ വലിയ സ്പോൺ. എന്തോരം തിരക്കാണെന്നോ അതിനകത്ത് കയറാനായിട്ട്. നല്ല അല്ലേ, ശരിക്കും ആള് കയറിപ്പോ. എല്ലായിടും നല്ല കളർ ലൈറ്റുകൾ അല്ലേ. റെഡ് ടാഗ് KM ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ബിൽഡിങ്. നല്ല ലൈറ്റുകളാണ് ഇവിടെ ഫുള്ള് എപ്പോഴും രാത്രിയില്. സൺഡേ അവധിയാണല്ലേ. ഈ ബിൽഡിംഗിൽ ലൈറ്റ് വെച്ചേക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. ഇത് സോഹാർ ഇന്റർനാഷണലോ, അതെന്തുവാ? ഓ, മിഡിൽ ഈസ്റ്റ് ഫർണിച്ചർ. ആ, ബാങ്ക് സോഹാർ കേട്ടിട്ടുണ്ട്. ഒമാൻ ഇന്റർനാഷണൽ ബാങ്ക് ആയിരുന്നു. പിന്നെ അത് HSBC ഒമാൻ ഇന്റർനാഷണൽ എടുത്തു, ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ പിന്നെ അത് ഇങ്ങനെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് HSBC എടുത്ത് HSBC പിന്നെ ഇവിടുന്ന് വിഡ്രോ ചെയ്യുക, സോഹാർ ബാങ്കിൽ എടുക്കുക, അങ്ങനെ എന്തോ ചെയ്തു. ഇവിടുത്തെ ബ്രാഞ്ച് HSBCയുടെ സോഹാർ ബാങ്ക് സോഹാർ എടുത്ത് പിന്നെ അതിനുശേഷമാണ് സോഹാർ ഇന്റർനാഷണൽ എന്നുള്ള രീതിയിലായത്. ഇപ്പോഴും ബാങ്ക് സോഹാർദുണ്ട്. ഒമാൻ ഇന്റർനാഷണൽ ബാങ്കിന് ഇന്ത്യയിലെ ഒരു ഒമാൻ ബാങ്കിന് ഇന്ത്യയിലെ ബ്രാഞ്ചുള്ള ഏക ഇതായിരുന്നു. അത് കേരളത്തിൽ കൊച്ചിയിൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഒമാൻ ഇന്റർനാഷണൽ ബാങ്കിന് അങ്ങനെ ഉണ്ടായിരുന്നോ? ഏക ബ്രാഞ്ച്. ഓ, ഇപ്പോഴും ഉണ്ടോ? ഇപ്പം പിന്നെ അത് HSBC ആയി. പിന്നെ ഇനിയിപ്പം ഏതിന്റെ ആണെന്ന് അറിയില്ല. ഇപ്പൊ HSBC തന്നെ ആയിരിക്കും അത്. HSBC ഒമാനിലെ HSBC ബാങ്ക് സോഹാർ ടേക്ക് ഓവർ ചെയ്തു. ശരി. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ബ്രാഞ്ചുള്ള ഏകം ഒമാനിലെ ബാങ്ക്. അമ്പാടിച്ചിനാണെങ്കിൽ ഉറക്കം വന്നങ്ങ് പോന്ന്. ഉച്ചക്കിടന്ന് ഉറങ്ങിയില്ല. ഹായ് മച്ചാനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഹായ് മച്ചാനും ഭയങ്കരമായിട്ട് കാണാണ്. ഇപ്പൊ തന്നെ എംപോർട്ടക്കിന്റെ വീഡിയോ ഫുള്ള് ഓടിക്കുന്നത് അമ്പാടിച്ചൻ ഓടിച്ച് കാണുകയാണ്. എല്ലാ ദിവസവും ഇരുന്നങ്ങ് കാണാം. എല്ലാ ദിവസവും ഹെലികോപ്റ്ററിന്റെ വീഡിയോ കാണാം എംപോർട്ടക്കിന്റെ. ഇത് എവിടെയാ? ഇതിപ്പോ കറക്റ്റ് കോറം. മസ്കറ്റ് കോറം അല്ലേ? മസ്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും ചിലരൊക്കെ ഈ ഒമാൻ എന്ന് പറയുമ്പോ ചിലരൊക്കെ ഉണ്ടല്ലോടെ, എല്ലാരും പറയുന്നത് മസ്കറ്റ് എന്ന്. അപ്പൊ മസ്കറ്റ് തലസ്ഥാന സ്ഥലമാണ് അല്ലേ? ചെറിയ കടകളും അത് പഴയ ഒരു രീതി ഇപ്പോഴും അവിടെ അതേപോലെ നിലനിർത്തുന്നുണ്ടല്ലോ. ഇപ്പൊ ഒമാൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ സ്ഥലമാണ് മസ്കറ്റ്. പക്ഷെ എല്ലാരും എവിടെയെന്ന് ചോദിക്കുമ്പോ മസ്കറ്റ് അല്ലേ, അങ്ങനല്ലേ പറയുന്നത്? ചിലര് അങ്ങനെയുണ്ട്. ഒമാൻ എന്ന് പറയുമ്പോ എവിടാന്ന് ചിലർക്ക് അറിയത്തില്ല. ഒമാൻ എന്ന് പറയുമ്പോ ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല എവിടെയാന്ന് പറയുമ്പോ നാട്ടിലൊക്കെ. പിന്നീട് അറിഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ നേരത്തെ ഈ
മസ്കറ്റ് പോയി മസ്കറ്റ് എന്ത് അത് പിന്നെ ദുബായിൽ ഉള്ളവരെല്ലാം യുഎയിലുള്ളവരെല്ലാം മിക്കവരും ദുബായിൽ നിന്നല്ലേ പറയുന്നത്. അപ്പൊ ഷാർജയിലുണ്ടാവുന്നവർക്ക് അജ്മാനിലുണ്ട്, അബുദാബി തന്നെ പറയും. ആര് യുഎയിലാണെന്ന് പറയാറില്ല. ദുബായിലാണ്, ഷാർജയിലാണ്, അബുദാബിയിലാണ്. എല്ലാവർക്കും കാര്യം കിട്ടും. സെക്കൻഡ് മലയാളികളുടെ സെക്കൻഡ് ഹോമായിട്ടും ദുബായ് മാറിയത് കൊണ്ട് എല്ലാവർക്കും ഫെമിലിയറാണ്. നമുക്ക് വേണ്ട സാധനം നമുക്ക് വേണ്ട സാധനം മേടിക്കുക, ബില്ലടിക്കുക, ഇറങ്ങി പോരുക. എത്ര മണിയായാലും. എന്ത് നല്ല രസമുള്ള റോഡ് അല്ലേ. ഇത് കേവ്, ഒരു ഹോട്ടലാണത്. ഇതെല്ലാം ഒരേ ഹൈറ്റ് ബിൽഡിങ്. അതെന്താ ഏട്ടാ ഇത്? ആണോ? ദാർ സൈറ്റ്. അച്ഛന് ഞാൻ കേറാൻ ലുലു ബാക്കിയുണ്ടോ? ഈ ലുലുവിൽ എല്ലാത്തിലും പോയി ഹാജർ വെക്കാൻ എന്തെങ്കിലും നേർച്ചയുണ്ടോ? ഞാനാണെങ്കിലേ അല്ല, അദ്ദേഹമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഞാന് 12 വർഷമായി അല്ല ഞാൻ 12 വർഷമായി ഒമാനിൽ അല്ല ഞാൻ പറയുന്നേക്ക് ഞാൻ 12 വർഷമായി ഒമാനിൽ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ എല്ലാ ലുലുലും കയറണമെന്ന് എനിക്കൊരാഗ്രഹം. പക്ഷെ എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ നമ്മള് അവിടെ പോണെങ്കിൽ ഒന്ന് അത് ഒമാന്റെ സ്ഥലമാണെങ്കിലും യുഎഇ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. അല്ലെ നമ്മള് ഫെറിയിൽ പോകണം. ഫെറിയിലൊന്നും കയറാൻ എനിക്ക് പേടിയാണ്. ഈ അദ്ദേഹമായിട്ടുള്ള കരാറിലായിട്ട് നിങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് നിങ്ങൾ എല്ലാ ലുലും കയറി ഒന്ന് കാണാൻ മിനിമൊരു വെള്ളമെങ്കിലും മേടിച്ചിട്ടാണ്. അത് തന്നെ, അത് ശരി. അപ്പൊ അദ്ദേഹം എന്താ തരാന്നാ പറഞ്ഞേക്കുന്നത്? ഓഫർ വല്ലതും ഉണ്ടോ? ഷെയർ തരാന്ന്. മനസ്സിനൊരു സുഖം അല്ലേ? നമ്മളൊരു വേറൊരു രാജ്യത്ത് കിടക്കുമല്ലേ, അപ്പം മലയാളികളല്ലേ, അപ്പൊ ഒന്ന് കേറി കാണാൻ മോഹം. അതെ, മലയാളി ഇത്രയധികം വലിയ നിലയിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു അല്ലേ? അതെ, അവരാ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലുലുക്കാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹോട്ടലല്ലേ? ഒമാനിലെ ആദ്യത്തെ വലിയ പിന്നെ ഫ്ലോർ കൂടിയ ബിൽഡിങ്, ഹൈറ്റ് കൂടിയ ബിൽഡിങ്. ആ കണ്ട ബിൽഡിംഗ് സ്റ്റീൽ സ്ട്രക്ചറാണ്. സ്റ്റീൽ സ്ട്രക്ചറായിട്ട് അത് കോളമൊക്കെ കോൺക്രീറ്റ് ഒന്നും അല്ലത്, സ്റ്റീലിൽ ഫ്രെയിം ചെയ്ത് നല്ലതാണ്. സ്റ്റീൽ സ്ട്രക്ചർ. സ്ലോയിൽ പോകും. ഷെറാട്ടൺ ഇപ്പോൾ ഹാൻഡ് ചെയ്യുന്ന ലുലുവാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓ, അത് ശരി. ലുലുവിന്റെ വേറെ ലുലു ഡിവിഷനല്ല, വേറെ ഡിവിഷനാണ് കോഴിക്കോട്ടുകാര്. കോഴിക്കോട്ടുള്ളല്ലേ? ഇത് എവിടെയായിട്ട് കറക്റ്റ് സ്ഥലം? വാദിക്കബീർ ആയല്ലേ? ഇവിടെ ഇത്രയും വർഷം കൊണ്ട് യാത്ര ചെയ്യുന്നതാണെങ്കിലും എന്താ എന്താ ആഹാ, ഏട്ടന്റെ സൈറ്റ് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇവിടെ ഇത് വാദിക്കബീർ ലുലു അല്ലേ? ഇവിടുന്ന് മാർക്കറ്റ് ആണല്ലോ ഏട്ടാ. അകത്ത് കണ്ട കച്ചവടമൊക്കെ നടക്കുന്നത്. വണ്ടിയല്ല, ഈ വണ്ടികളെല്ലാം വിൽക്കാനുള്ളതാണോ? ഏട്ടാ നമ്മള് അച്ഛന്റെ ഒമാൻ സ്റ്റോറി ഗൈസ്. റിക്രൂട്ട്മെന്റ് ഏജന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് ഗൾഫാനിലേക്ക് ജോലി അപ്പോയിന്റ്മെന്റ് ഇന്റർവ്യൂ എല്ലാം വന്നതിന്റെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കിട്ടിയതായിരുന്നു. എന്നിട്ട് പിന്നെ അവർക്ക് അന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്തു. അത് കാരണം നമ്മൾ കൈയോടെ റെസിഗ്നേഷൻ കൊടുത്തു, ബൈ ബൈ പറഞ്ഞു. ജോലി കിട്ടിയത് ഇതിപ്പോ ഏട്ടന് സൈറ്റിൽ പോകേണ്ട രീതിയാണെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? അതെന്താ ഏട്ടാ തെറ്റിപ്പോയേ? ഫോണിലായി വാദിക്കബീർ സ്കൂളോ? സ്കൂളുകൾ ഒരുമാതിരി തരക്കേടില്ലാത്ത സ്കൂളായിരിക്കും. സ്കൂളെല്ലാം ഇന്ത്യൻസ് ഒരു കാലത്ത് ഒരുപാടുള്ള ഇന്ത്യയും വാദിക്കബീറും. ഇത് വർഷ പേരാണോ അച്ഛാ?
അല്ല ഇവിടൊക്കെ കൊറേ വർക്ക്ഷോപ്പുകൾ വർക്ക്ഷോപ്പാണ് എങ്ങോട്ടേക്ക് ഇവിടുന്ന് വർക്ക്ഷോപ്പിന്റെ മാറ്റുവാണോ? ഇത് റെസിഡൻഷ്യൽ ഏരിയ. എന്നിട്ട് ഇതെല്ലാം എങ്ങോട്ട് പോവാ? മിയോ നീയോ? എം രണ്ട് സ്ഥലം ഇല്ലയോ? മിസ്വയുണ്ട്, മിസ്വയുണ്ട്. മിസ്വ എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് ബോഷറിലുള്ള സ്ഥലം. ബോഷറിനകത്ത് വരുന്ന സ്ഥലമാണ് മിസ്വ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പൊ നിസ്വ ദൂരമുണ്ട്. അവര് ഏതാ ബോർഡ് കാണുന്നുണ്ട്, അറബിക് വെള്ള ബോർഡ് കാണുന്നു. എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ കാണാൻ വന്നേ. ആളുടെ ഒപ്പമുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളിയിൽ ഗ്ലാസ് അതെയോ? കാണല് അതുമല്ല, വീട്ടിൽ വന്നിട്ട് ഇനി വീട്ടിൽ വന്നതിന് ശേഷം കൊച്ചുങ്ങളെടുത്ത് കേട്ടാ വണ്ടികളുടെ വണ്ടികളാണ്, വണ്ടികളുടെ ഷോപ്പ് എല്ലാം ഉണ്ട്. ആരും ഇല്ലടേ അതിനകത്ത്. അച്ഛനൊരു ചായ മേടിച്ച് കുടിക്കാൻ പറ്റുന്നുണ്ട്. കിട്ടിയില്ലേ? മറ്റേ കറക്റ്റിലായി വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാ കാറുകളും ഉണ്ട് മോനെ അവിടെ. മോനെ ഏത് കാറാ വേണ്ടത്? ഔട്ട്ലാൻഡർ വേണോ, ബെലേന വേണോ, റാഫോർ വേണോ, BMW വേണോ? ആണോ? 2 വണ്ടി വേണോ? ഇതെന്തോ പറക്കുന്നോ കാറ്? എന്തോ സ്പീഡ് നോക്കിയത്? അത് സ്പീഡ് ട്രാക്കാണോ? എത്ര വരെ പോവാനകത്ത്? 138. ഭയങ്കര സ്പീഡിൽ കയറി പോന്നല്ലോ. 120 നമ്മള് പോന്ന. ഇതോടെ അല്ല, പക്ഷെ ക്യാമറ ഇല്ലേ അതിൽ കൂടുതൽ പോയാ? ഏത് ക്യാമറ പോയാലും ഏത് ട്രാക്കിൽ പോയാലും 38 കഴിഞ്ഞാൽ ക്യാമറ അടിക്കും. നമ്മളെ ഈ ലുലുലോട്ട് കയറാൻ പോവാം. അച്ഛ കണ്ടോ പാടി? കണ്ടോടാ? നമുക്ക് ഇവിടെ അല്ലേ പവി ഇറങ്ങണ്ടേ? ഇതല്ല, അതാണ് ഇതല്ല. ഇത് ഇച്ചിരിയുടെ പൊക്കമുണ്ട്.